ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളെ ചാനലിലേക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ ആയിട്ടാണ്. വീട്ടിൽ തന്നെ ഞങ്ങൾക്ക് എങ്ങനെ പെട്ടെന്നൊന്ന് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ റെസിപ്പിക്കായിട്ട് ഞങ്ങൾക്കൊന്ന് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് 1 കിലോത്തിൻ്റെ സ്കിന്നുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിനെ 12 പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി അവിടെ സൈഡിൽ വെക്കുക. അപ്പോൾ അതിനൊരു ബാറ്റർ ഉണ്ടാക്കണം. 1/4 കപ്പ് സാദാ പാല്, സാദാ പശുവും പാലാന്നേ. അതിൽ തന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗറും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇത് ബട്ടർ മിൽക്ക് ഉണ്ടാക്കാനാണ്. ആ ഒരു 10 മിനിറ്റ് ഞങ്ങൾക്കൊന്ന് അടച്ചു വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും നന്നായി മിക്സ് ചെയ്യണേ, നല്ലോണം മിക്സ് ചെയ്യണം. ഇനി ഞങ്ങൾക്ക് ഇതിൽ മസാലപ്പൊടികളൊക്കെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ആ കൂട്ടത്തിൽ തന്നെ കുരുമുളകും, ഇതൊക്കെ ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചായിരിക്കണം ഇതൊക്കെ ചേർക്കേണ്ടത്. ആവശ്യത്തിന് കുരുമുളകും, അതിൽ തന്നെ ഞങ്ങൾക്ക് വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, വെളുത്തുള്ളി പേസ്റ്റാണ്, ഇഞ്ചി പേസ്റ്റ് വേണ്ട. അതൊരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും, അതിൽ ബേക്കിംഗ് സോഡ, അത് 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ. പിന്നെ മുളക് പൊടി ഞാനൊരു ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഞങ്ങൾ വിനീഗർ. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്യണേ. കട്ടൊന്നും പിടിക്കാത്ത രീതിയിലായിരിക്കണം മിക്സ് ചെയ്യണം. ഇതിലാണ് ഞങ്ങൾക്ക് ചിക്കൻ സോക്ക് ചെയ്ത് വെക്കേണ്ടത്. നന്നായി മിക്സ് ചെയ്തിട്ട് ഞങ്ങൾ കഴുകി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിൽ ഫുള്ള് ഇട്ടിട്ട് ഞങ്ങൾക്ക് ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ സോക്ക് ചെയ്തിട്ട് വെക്കാം. ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്ലിംഗ് റാപ്പൊക്കെ ചെയ്ത് ഫ്രിഡ്ജ് എടുത്ത് അതിനുശേഷം ചിക്കൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. വേറൊരു ബാറ്റർ റെഡി ആക്കണം. ഒരു വലിയ ബൗളെടുത്ത് 1 കപ്പ് മൈദ, 1/2 കപ്പ് കോൺഫ്ലവർ, അതിനും ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു മുട്ട ചെറുങ്ങനെ പണി പാളിയിട്ടുണ്ട്, ഒന്ന് ഇപ്പം ആയിപ്പോയി. അപ്പോൾ ഒരു മുട്ടയും ചേർത്ത് അതിൽ 1 കപ്പ് തണുത്ത വെള്ളം, നല്ല തണുപ്പായിരിക്കണേ, ഫ്രീസറിലൊന്ന് വെച്ചാൽ മതി. തണുത്ത വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ അത് മിക്സ് ആയ ശേഷം അതൊന്ന് സൈഡിലെടുത്ത് വെക്കണം. ഇതാ ഈ ഒരു രൂപത്തിലായിരിക്കണം എടുക്കേണ്ടത്. ഇനി ഞങ്ങൾക്ക് വേറൊരു ബാറ്ററല്ല, ഒരു പൗഡർ റെഡിയാക്കണം. അതിൽ 1/2 കപ്പ് മൈദ തന്നെ വേണം. 1/2 കപ്പ് മൈദ റെഡിയാക്കാം. അതിലും ഉപ്പ് ചേർത്ത്, ഇതൊക്കെ ആവശ്യത്തിന് കണക്കായി ചേർക്കണേ, ഒന്നിനും കൂടിപ്പോരുത്. 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഇതൊന്ന് സൈഡാക്കാം. നന്നായി മിക്സ് ചെയ്ത് അതും സൈഡാക്കി ഞങ്ങൾക്ക് ഫ്രൈ ചെയ്യാം. ചിക്കൻ നേരത്തെ പുറത്തെടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഈ ചിക്കൻ നന്നായിട്ട് ഈ പൗഡറിലൊന്ന് ഡിപ്പ് ചെയ്യണം. എവിടെയും ഇങ്ങനെ ഒരു വെള്ളം പോലെ ഉണ്ടാവരുത്. നന്നായി ഡിപ്പ് ചെയ്ത് മാവിൽ വീണ്ടും ഞങ്ങൾ ഡിപ്പ് ചെയ്ത് ഞങ്ങൾക്ക് നേരിട്ട് ഓയിലിൽ ഫ്രൈ ചെയ്യാം. നന്നായി ഡിപ്പ് ചെയ്യണം, എന്നാൽ അതൊരു നല്ല ബ്രോസ്റ്റഡ് ആയിട്ട് വരും. നല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലേക്ക് വെക്കാം. ഞാൻ രണ്ടാമത്തതും കാണിക്കുന്നുണ്ട്. ഇതിങ്ങനെ ഈ ഇടയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കണേ. സെയിം തന്നെ വീണ്ടും കാണിച്ചു തരുന്നതാണ്. എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഓയിലിടുമ്പോൾ കുറച്ചൊന്ന് ഇതായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അങ്ങനെ ആവരുത്. നന്നായിട്ട് തന്നെ ഡിപ്പ് ചെയ്യണേ. എന്നിട്ട് നല്ല തിളക്കുന്ന എണ്ണയിൽ തന്നെ ഇടാം. ഓക്കെ, മീഡിയം ഫ്ലെയിമിലായിരിക്കണേ. അത് നല്ല കളറാവുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കരുത്. അകമൊക്കെ നന്നായി വേണ്ടേ, പുറത്ത് നല്ല ക്രിസ്പിയും നല്ല സോഫ്റ്റ് ആവണ്ടേ. അപ്പം നല്ല തിളക്കുന്ന എണ്ണയിൽ തന്നെ ഇടാം. ഫ്ലെയിം നിങ്ങളെ കയ്യിലായിരിക്കണം. ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഗോൾഡൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ബ്രോസ്റ്റഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബായ്.